ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ദിവസം കേടാവാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ലൊരു മിൻറ്റ് ലൈമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചൂടുള്ള സമയത്ത് വേഗത്തിൽ എടുത്ത് കുടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നോമ്പ് സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര അളവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് വെക്കാം. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ അളവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 4-5 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഒരു പിടി പുതിനയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള പുതിന തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ പഞ്ചസാര ചേർത്താലും നമ്മൾ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ചേർക്കണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് മധുരം ഉണ്ടാവുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു കരടുണ്ടാവും. അതിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണിത്. ഇനി ഇത് നമുക്കൊരു ഐസ് ട്രേയിൽ ഒഴിച്ച് വെക്കാം. ഐസ് ട്രേയിലോ ഇല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പാത്രത്തിലോ ഒക്കെ നിങ്ങൾക്ക് ഒഴിച്ച് വെക്കാം. ഞാനിപ്പോൾ ഒരു ഐസ് ട്രേയിലാണ് ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്താണെങ്കിലും കുറച്ച് തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ നമുക്ക് ഓരോ ക്യൂബ്സായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി. പിന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് അടിച്ചെടുക്കാനോ ഒന്നിനും സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാം നല്ല പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതെങ്ങനെ, നിങ്ങൾക്ക് വേണമെങ്കിൽ മൊഹിറ്റോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ജ്യൂസിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഗ്ലാസ് എടുത്തിട്ട് ഒരു 3-4 ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുക, ഇല്ലെങ്കിൽ തേൻ ചേർത്തിട്ടും ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. പുതിനൊക്കെ എപ്പോഴും വീട്ടിലില്ലെങ്കിലും ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മിൻ ലൈമാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.